ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ കാപ്പി എടുക്കുന്നതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എല്ലാവരും ഒക്കെ എണീറ്റു. അപ്പോൾ എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുക്കുകയും എല്ലാം ചെയ്ത് കടുങ്കാപ്പി രാവിലെ കടുങ്കാപ്പിയാണ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം കടുങ്കാപ്പിയാണ്. കട്ടൻ ചായയോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. കട്ടൻ കാപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം കടുങ്കാപ്പിയൊക്കെ എടുത്ത് ഇനി എല്ലാവർക്കും കൊടുക്കാനൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ രാവിലെ തന്നെ പണിക്കാർ വന്നിട്ടുണ്ട്. കതക് ശരിയാക്കാനായിട്ട് നമ്മുടെ ഗ്ലാസ് വെട്ടി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരത് ശരിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. അവർ 2 പേരാണ് വന്നത്. അപ്പം അതിൻ്റെ ഗ്ലാസ് എല്ലാം ഇട്ട് അതെല്ലാം ഒന്ന് പടിയൊക്കെ അടിച്ച് അതെല്ലാം നമ്മളെ കൊണ്ട് അത് ഇടിയിൽ നടക്കുകയില്ല. അവർക്കത് ഇച്ചിരി അതിൻ്റെ ചെത്തിയൊക്കെ കളഞ്ഞൊക്കെയാണ് ഇടേണ്ടിയിരുന്നത്. അങ്ങനെയൊക്കെ അവരത് ശരിയാക്കി കഴിഞ്ഞപ്പം അടുക്കള കതകിനും ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ ലോക്ക് പോയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പണി ഉള്ള സമയത്ത് ഒന്നിച്ച് വിളിച്ച് എല്ലാം കൂടെ ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞിട്ടിരുന്നതാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് ശരിയാക്കാനായിട്ട് അവർ പറഞ്ഞപ്പോൾ ഭയങ്കര പാടായിരുന്നു ഊരിയെടുക്കുമ്പോൾ. അതിനകത്ത് താക്കോൽ ഒടിഞ്ഞിരിക്കുവാണേ. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒത്തിരി നേരം പണിതിന് ശേഷമാണ് അത് ശരിയായത്. പിന്നെ അവരവരുടെ പണിയെല്ലാം കഴിഞ്ഞ് പോയി. പിന്നെ ബെഡ്റൂമിൻ്റെ അടുത്തൊരു ഡോറുണ്ടായിരുന്നു. ഡോറിൻ്റെ എവിടെയും കൂടെ ഒന്ന് ചെറിയൊരു പണിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ്. അപ്പം അച്ഛന് ഇനി കൊണ്ടുവിടണം. അപ്പോൾ രാവിലെ ചപ്പാത്തിയും മീൻകറിയായിരുന്നു. ഇന്നലെ വെച്ച മീൻകറി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറിയായിരുന്നു രാവിലെ ചപ്പാത്തിക്ക് എടുത്തുകൊണ്ട്. കറിയൊന്നും പ്രത്യേകിച്ച് വെക്കേണ്ടി വന്നില്ല. മീൻകറി ഉള്ളതുകൊണ്ട് അപ്പോൾ സ്കൂളിലും അത് തന്നെയാണ് കൊടുത്തു വിട്ടത്. അപ്പം അച്ചു ഇനി പോകാനൊക്കെ തുടങ്ങുന്നു. അച്ചുവും പോയി കഴിയുമ്പോഴത്തേക്ക് ഇനി എനിക്ക് അടുത്ത ജോലിയും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ എല്ലാം ഒന്ന് ഇതാക്കിയിട്ടിട്ടുണ്ട്. പൊടിയും അതൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് വാരിയൊക്കെ കളയണം. അങ്ങനെ കുറച്ച് ജോലിയും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരും കൂടെ പോകാനായിട്ട് തുടങ്ങുകയാണ്. ചേട്ടനും അച്ചും കൂടെയാണ് പോകുന്നത്. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. അവർ പോയി. വീണ്ടും ഞാൻ തന്നെയായി. ഇനി എല്ലാം ഒരു അടുക്കിപ്പെറുക്കുക, പാത്രം കഴിച്ച, ഇങ്ങനെ കുറേ ജോലിയെല്ലാം പോയി കഴിയുമ്പോൾ ഒരു ബഹളമാണ്. പോകാവുന്നൊരു ബഹളമാണല്ലോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബാക്കി എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കണം. പിന്നെ അവർ വന്ന് പണി ചെയ്തതിൻ്റെ കുറച്ചുണ്ട്. പൊടിയെല്ലാം കൂടെ കതക് അടയുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ചെത്തിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ എല്ലാം പൊടി കിടക്കണം. ഇതെല്ലാം ഒന്ന് തൂത്തൊന്ന് വൃത്തിയാക്കണം. കതകിൻ്റെ ഇതിനകത്ത് കതക് അടയത്തില്ലായിരുന്നു. ഇങ്ങനെ വന്നങ്ങ് നിൽക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ശരിക്കും അടയും. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് വൃത്തിയാക്കണം. അടുക്കള കതകിൻ്റെ ഡോറ് ശരിയാക്കുന്ന കാണിച്ചില്ലേ? ഒന്നും പറയണ്ട. ഇവിടുത്തെ മൂത്താശ്ശേരി ഉണ്ടല്ലോ, കണ്ണനാശ്ശേരി, പുള്ളി അതിൽ എപ്പോഴും പണിയായിരുന്നു. ആ ലോക്കയിൽ അത് ഇച്ചിരി ഒരു ടൈറ്റായിരുന്നു. അതെ, അപ്പോഴെല്ലാം ഞാനതൊരു അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു പൂട്ടും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ അത് ഒറ്റ ലോക്ക് ഇട്ടാൽ മതിയായിരുന്നു. ബാക്കി പിന്നെ നമ്മൾ കുറ്റിയെല്ലാം ഇടുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ. അവനോട് പറഞ്ഞു, ഏട്ടാ അത് ചെയ്യേണ്ടത്. ഞങ്ങൾ ആരും കണ്ടില്ല. പുള്ളി അതിനകത്ത് എന്നതോ ചെയ്ത് താക്കോൽ ഒടിച്ച് വെച്ച് പിണ്ടി തുറക്കാൻ നോക്കിയപ്പോഴൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഇത്ര നിലപ്പോൾ ഇപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്ക് അതൊന്ന് അഴിച്ച് എല്ലാം ഒന്ന് ശരിയാക്കാനായിട്ട് അത് ഒത്തിരി സമയം എടുത്തു. അത് അഴിച്ചെടുക്കാനായിട്ട് താക്കോൽ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി അതിന് വേറെ പൂട്ടെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ ഈ പെരപണി നടന്നപ്പം ഇതിൻ്റെ ഫുള്ള് വർക്ക് ഇവർക്കായിരുന്നു കൊടുത്തു കേട്ടോ. നല്ല പണിയുമാണ്. നല്ല വൃത്തിക്ക് ജോലിയും ചെയ്യും. പെട്ടെന്ന് പണിയും തീർക്കും കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്ന് അവർ കാര്യങ്ങളെല്ലാം ചെയ്ത് വന്ന് നല്ല ഇതാണ്, നല്ല വർക്കാണ് അവരുടേത്. അപ്പോൾ നമ്മളിപ്പോഴും എന്നെ ആവശ്യമുണ്ടല്ലോ ഇവരെ വിളിക്കുന്ന അന്നേരം ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും വന്ന് ചെയ്ത് തന്നേച്ച് പോകും. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് തൂത്തൊക്കെ വാരി എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ടയർ എടുക്കാനായിട്ട് വണ്ടി വന്നേ. കുറേ ദിവസം കൊണ്ട് അത് അവരെടുക്കാൻ വരുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് അവർ ഓരോ പ്രാവശ്യം ഇങ്ങനെ നീണ്ടുകൊണ്ട് പോയി. ഇന്നിപ്പോൾ എന്നായാലും അവർ വിളിച്ചു, ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ടയറെല്ലാം കൊടുക്കാനായിട്ട് ടയറൊക്കെ എടുക്കാനായിട്ട് അവർ വന്നതാണ്. ഒത്തിരി ടയർ ഉണ്ടായിരുന്നു കേട്ടോ. ടയറും പിന്നെ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ പണി നടന്നതിൻ്റെ കുറേ ഇരുമ്പും അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തു. അപ്പോൾ കട്ട ഇറക്കി ഇവിടെ പണിതുകൊണ്ടപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പൈസ ഞാൻ എവിടെ നിന്ന് ഈടാക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കി. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ് ടയർ കൊടുക്കുമ്പം അതിന് ആ പൈസ കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് ആക്കിക്കോ എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവിടെ പണി ചെയ്തതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് അതിൽ നിന്ന് കിട്ടി കേട്ടോ. ടയർ അത്രയും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ ഓരോ പ്രാവശ്യം ടയർ മാറുമ്പോഴത്തേക്ക് അവിടെ കടയിൽ കളഞ്ഞിട്ടായിരുന്നു വരുന്നത്. ഇതെനിക്ക് പച്ചക്കറി നടണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നതുകൊണ്ട് മാത്രം കൊണ്ടുവന്നിട്ട് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസമായിക്കൊണ്ട് ടാങ്ക് വെള്ളം അടിച്ചാൽ വെള്ളം നിൽക്കുന്നില്ല കേട്ടോ. അപ്പം എവിടെയോ ഒരു ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അത് എവിടെയാണെന്ന് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഈ പുറകെ ഞാൻ മണ്ണ് എടുത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാണെന്നറിയോ, അവിടോട്ട് മണ്ണ് ഇരുത്തുമ്പോഴത്തേക്ക് പൈപ്പ് താഴോട്ട് വലിഞ്ഞ് അങ്ങനെ പൈപ്പ് പൊട്ടി. അപ്പോൾ പൈപ്പ് പൊട്ടി കോൺക്രീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ പാടുന്നു. പിന്നെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ പെരയുടെ പണിയെല്ലാം വർക്കെല്ലാം ഈ ചേട്ടനായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കൊരു പ്രത്യേക കഴിവുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ ചേട്ടൻ വന്ന് അന്നേരം സൗണ്ട് കേൾക്കുന്നത് കണ്ട് അങ്ങനെ അവിടെ കുത്തി പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെയാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. പിന്നെ പൈപ്പ് മാറുന്നതിൻ്റെ
ഒക്കെയായിരുന്നു. കുറേ പണിയെടുത്തു കേട്ടോ, ഒത്തിരി പണിയേണ്ടി വന്നു. അവിടെ ആ മൊത്തം നല്ല കട്ടിയിലായിരുന്നു കോൺക്രീറ്റ് ചെയ്ത്. അപ്പോൾ അത് ഇടിച്ച് പൊട്ടിക്കാനായിട്ട് കുറേ സമയം എടുത്തു, കുറേ നേരം. പിന്നെ അത് കഴിഞ്ഞ് ഒരു മെഷീൻ കൊണ്ടുവന്ന് വെച്ച് പൊട്ടിക്കുമായിരുന്നു. അങ്ങനെ പൊട്ടിച്ചെടുത്ത് പൈപ്പെല്ലാം ഒന്ന് സെറ്റാക്കാനായിട്ട് തുടങ്ങണം. ഇന്ന് രാവിലെ മുതൽ ഓരോരോ പണിയും ആൾക്കാർ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കുറേ ദിവസമായിരുന്നു ഇങ്ങനെ, രണ്ട് മൂന്ന് ദിവസമായിരുന്നു. നേരം വെളുക്കുമ്പോൾ ടാങ്കി വെള്ളം കാണത്തില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓർത്ത് ഇവരെങ്ങാനും ഇനി വല്ല പൈപ്പും തുറന്നിട്ടേക്കുന്നതായിരിക്കും എന്നോർത്തു. പിന്നെയാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ട് വെള്ളം ഇങ്ങനെ കുറയുന്നു. അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴത്തേക്കാണ് പൈപ്പൊന്നും തുറന്നിട്ടേക്കുന്നൊന്നുമല്ല, ടാങ്കിൽ നിന്നല്ലാതെ വെള്ളം എവിടെയോ ലീക്കായി പോവുമായിരുന്നു. അപ്പോൾ ഇതിന് മുന്നും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ഇവിടെ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, മണ്ണായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുന്നതിൻ്റെ അടിയിൽ കൂടെയാണ് പൈപ്പൊക്കെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ടും കുത്തിപ്പൊട്ടിക്കണം എന്നേലൊരു ആവശ്യം വന്നാൽ. അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് അവരതെല്ലാം ചെയ്യാനായിട്ട് എല്ലാം തുടങ്ങുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ പതിയെ അടുക്കളയിലോട്ട് കയറിയിട്ടോ. അടുക്കളയിൽ കയറി നമുക്കിന്ന് തീയിൽ വെക്കാനുള്ള തേങ്ങയൊക്കെ വറുക്കുവാണ്, ഉള്ളി തീയിൽ വെക്കാനായിട്ടാണ്. അപ്പോൾ തേങ്ങയും ചുവന്നുള്ളിയും കൂടെ ഞാൻ വറുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തേങ്ങ വറുക്കുന്നതിന് മുമ്പ് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരേ ഇതുപോലെ തന്നെ മൊത്തം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം. ഉള്ളി അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്ത് വെച്ച് അങ്ങനെ തീയിലൊക്കെ. നേരത്തെ ഞാൻ ചെറുപയറും കൂടി ഇടുമായിരുന്നു അതിൻ്റെ കൂടെ. ചെറുപയറല്ല, അച്ചിങ്ങപ്പയർ പൊട്ടുപയർ, അതും കൂടി ഇടുമായിരുന്നു തീയിൽ വെക്കുന്നതിന്. ഇപ്രാവശ്യം അതില്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളി മാത്രം ചേർത്ത് തീയിൽ വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ തേങ്ങ എല്ലാം വറുത്ത് കഴിഞ്ഞ് ആ ചീനിച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്. ഒരുമാതിരി ഇരുമ്പ് ചീനിച്ചട്ടി പോലത്തെ ഒരു ചീനിച്ചട്ടി, കണ്ട അലൂമിനിയം പോലെ, പക്ഷെ അത് ഇളക്കുമ്പോഴും ഇരുമ്പിലൊക്കെ തട്ടുന്ന പോലത്തെ സൗണ്ടാണ്, ഭയങ്കര വെയിറ്റുമാണ്. അപ്പോൾ അതിനകത്ത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമേ അതിനകത്തൊരു മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞാണ് അതിനകത്തോട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട ചൂടൊരിച്ചിരി ഒന്ന് കുറഞ്ഞതിന് ശേഷം. എന്നിട്ട് ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ തീയിലുള്ളതെല്ലാം വറുത്തെല്ലാം വെച്ചു. ഇനി അടുത്ത ഒരു ചെറു ഉരുളൻകിഴങ്ങ് തോരനും കൂടെ വെക്കണം. അതും കൂടെ വെച്ച് പിന്നെ മീനും വറുക്കാനായിട്ട്. ഇതാണ് ഉച്ചക്കത്തേക്ക് കറിയായിട്ട് വെക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ തേങ്ങയെല്ലാം വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവർക്ക് കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ അവർ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയേക്കുവാണേ. ചിലപ്പോൾ അവർ ഇനി ഉച്ചയ്ക്ക് കൊണ്ടുവച്ചാൽ വരത്തുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോഴത്തേക്ക് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കെങ്കിൽ തണുത്ത വെള്ളം കൊടുക്കാമല്ലോ എന്ന് നോക്കാം. കാലാവസ്ഥയൊക്കെ ഒരുമാതിരി വല്ലാത്ത കാലാവസ്ഥ കേട്ടോ, ഒരുമാതിരി മഴക്കാറുണ്ട്, എന്നാൽ നല്ല വെയിലും ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. മഴ എപ്പോൾ വേണേലും പെയ്യാമെന്നുള്ള പോലെ കാലാവസ്ഥ. അങ്ങനെ ജ്യൂസ് എല്ലാം അടിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചാലും ഞാൻ അത് അരിച്ചെടുക്കത്തുള്ളൂ, അതിൻ്റെ തരിതരിപ്പൊന്നും എടുക്കാതെ അങ്ങനെ എടുക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഉള്ളി തീയിൽ വെക്കാനായിട്ടുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞ് കടുകിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് വെച്ചു. പിന്നെ ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് അരപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തീയലിന് അരയ്ക്കാൻ എടുക്കുമ്പോൾ ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ചേർക്കാറുണ്ട്. അതും കൂടെ ഒന്നെങ്കിൽ മിക്സിയിലോട്ട് ഇട്ടങ്ങ് അരയ്ക്കും നല്ലതാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനത് വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രമേ എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളിത്തീയിൽ എല്ലാം റെഡിയായി. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. അത് ഇന്നലെ കൊണ്ടുവന്ന ആറ്റുമീൻ്റെ ഇത് കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പം ആ മീനും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങെല്ലാം അരിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി അടുപ്പയിലോട്ട് വെക്കണം. അതും കൂടെ വെച്ച് അതും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ സെറ്റാകും. അപ്പോൾ അതിന് കടുകിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് തന്നെ ഉരുളൻകിഴങ്ങിട്ട് എന്നിട്ട് ശകലം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി വെജിറ്റബിൾ മസാലപ്പൊടിയും കൂടെ ചേർത്താണ് അത് വേവിക്കുന്നത്. അതിലേക്ക് സവോളയും പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. സവോള തീരെ കനം കുറഞ്ഞല്ല, ഇച്ചിരി വീതിയിലാണ്, നടുക്കൂടെ ഒന്നും കൂടെ മുറിച്ച് വെച്ച് ഇച്ചിരി വീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി വീതിയല്ല, ഒരു ചെറിയ വീതി. അങ്ങനെ അരിഞ്ഞെടുത്ത് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ വെജിറ്റബിൾ മസാലപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി അത് എന്നിട്ട് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങ് വെള്ളമെല്ലാം ചേർത്ത് അടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചു. അതിന് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇനി അതിലേക്ക് അരപ്പൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അരപ്പ് ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങയും വെളുത്തുള്ളിയും മാത്രം ചതച്ചാണ് ഞാൻ ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. ബാക്കി മസാല എല്ലാം അതിനകത്ത് കിഴങ്ങിനകത്തോട്ട്. അപ്പോൾ അങ്ങനെ അത് വെളുത്തുള്ളിയും അരച്ച് അതിനകത്തോട്ട് തേങ്ങയും കൂടെ ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കിഴങ്ങ് തോരനും സെറ്റായി. ഇനി ഊണ് കഴിച്ചാൽ മതി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട്. അവർ പോയിട്ട് തരും വന്നിട്ടില്ല, പണിക്കാർ പോയിട്ട്. അവർ ഉച്ചയ്ക്ക് ഇനി ഉണ്ടേച്ചും കൂടെ വരുവുള്ളൂ എന്ന് തോന്നുന്നു, അത് അത്രയും താമസിക്കുന്നത്. ഇവരുടെ വീടെല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ വരാനും കൂടെ ആയിരിക്കും നിൽക്കുന്നത് ഉച്ച കഴിഞ്ഞ്. അങ്ങനെ ഇനി അവർ വന്നിട്ട് ബാക്കി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ചേട്ടന് ചോറ് കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്, കൂടെ ഞാനും കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെയാണ് വീഡിയോ എടുത്തത്. അച്ചു വന്നതിന് ശേഷം കണ്ണൻ നേരത്തെ വന്നു, അത് കഴിഞ്ഞ് അച്ചു വന്നതിന് ശേഷമുള്ള വീഡിയോസ്. മാർക്കൊക്കെ എങ്ങനെയുണ്ട്?
ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അന്ന് പനിയായിട്ടോട്ട് കിടക്കുമല്ലായിരുന്നു. 50 ഇത് 60-ലായിരുന്നു. 41 ഇതല്ലായിരുന്നു. 80 ഇത്ര കിട്ടിയുള്ളൂ. മോനോ കണ്ണനോ? ആ മോൻ്റെ നീ സ്കൂളിൽ പോകുന്നുണ്ട്. ഇരിപ്പ് കണ്ടോ? TV ഓഫ് ചെയ്തു, വാച്ച് എടുത്തു. പോരാ, എൻ്റെ മക്കൾ നല്ല നിലയിലെത്തണം. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 4:45 കഴിഞ്ഞ് 5 മണിയൊക്കെ കാണും, അത്രയേ ഉള്ളൂ. ആ സമയം ഭയങ്കര സൗണ്ട് കേൾക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും മഴ. അപ്പോൾ ഞാൻ വിറകിൻ്റെ പുറത്ത് പടുത എന്നിട്ടിട്ടില്ലായിരുന്നു, അതുമൊക്കെ അങ്ങ് നനഞ്ഞു. പിന്നെ ഞാൻ ആ മഴയത്ത് ഇറങ്ങി പടുതയൊക്കെ അങ്ങ് ഇടുമായിരുന്നു. പക്ഷേ അന്നത്തേക്ക് വിറകൊക്കെ അങ്ങ് നനഞ്ഞു കേട്ടോ. പെട്ടെന്നുള്ളൊരു മഴയായിരുന്നു. മഴക്കാറ് മൂടി നിൽപ്പുണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴക്കാറ് മൂടുന്നല്ലാതെ മഴയൊന്നും ഇല്ലായിരുന്നു. ഇത് പ്രതീക്ഷിക്കാതെ ഒരു മഴയായിപ്പോയി. അപ്പം വിറക് മുഴുവനും നനഞ്ഞു. ഇനിയിപ്പോൾ അത് മൂടിയിട്ടിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ ചുമ്മാ അങ്ങ് മൂടി ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ വൈകിട്ട് ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അതിന് പുതിയ ലോക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് നമുക്ക് തന്നെ പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അവർ പറഞ്ഞു തന്നിച്ചാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചേട്ടനും കണ്ണനും കൂടെ ലോക്കൊക്കെ പിടിപ്പിക്കുകയാണ്. അങ്ങനെ ലോക്കെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞുള്ള ഇതാണ്. അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് ലോക്കിൻ്റെ. അപ്പോൾ അങ്ങനെ ലോക്കൊക്കെ പിടിപ്പിച്ച് ഇപ്പോൾ തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. താക്കോലിട്ട് പൂട്ടാനും പറ്റും. മറ്റേ നമുക്ക് എപ്പോഴും കുറ്റി മാത്രമേ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരിങ്ങനെ ഇരുമ്പിൻ്റെ ഓടാമ്പൽ അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എന്നാലും ഇവിടെ നമുക്ക് തുറക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആ ലോക്കും പിടിപ്പിച്ചു. പിന്നെ മഴയെന്ന് പറഞ്ഞാൽ തകർത്ത് പെയ്യുന്ന മഴ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.